ഒരു അപകടത്തിൽ പെടുന്ന സമയത്ത് അവരുടെ അടുത്ത് ഇങ്ങനെയാണോ എല്ലാവരും ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതും എനിക്കറിയില്ല. ഈ പ്രശ്നം സ്റ്റേഷനിൽ വെച്ച് തന്നെ പരിഹരിക്കുന്ന സമയത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു? എൻ്റെ ബ്രദേഴ്സ്. നിനക്ക് തോന്നുമ്പോൾ കയറി തല്ലിപ്പൊട്ടിക്കാൻ KSRTC നിന്റെ തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയ സാധനമൊന്നും അല്ലല്ലോ. നിനക്ക് തോന്നുമ്പോൾ കയറി അങ്ങോട്ട് അടിച്ച് പൊട്ടിക്കാൻ. അതുപോലെ തന്നെ മറ്റൊരു ശിംജിതാവാൻ വേണ്ടിയിട്ട് മോള് നോക്കിയതാണ്. അറിയാൻ പാടില്ല, പറയാൻ പറ്റത്തില്ല. ഇനി റീച്ചിന് വേണ്ടി സ്വന്തം വാപ്പയോ ആരെങ്കിലും പറഞ്ഞു തന്ന ഐഡിയ ആണോ? മോള് ബസ്സിൽ പോയി കയറിയിട്ട് അടിച്ചു പൊട്ടിക്കുക, അല്ലെങ്കിൽ അവിടെ പോയി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൊട്ട് മോക്ക് റീച്ചാ, പിന്നെ ജയിലിൽ പോയാൽ എന്ത് റീച്ചാ? ഈ സെറ്റപ്പിലും എല്ലാം പറഞ്ഞു തന്നെ അറിയാൻ പാടില്ല. എല്ലാവർക്കും നമസ്കാരം. മുംതാസ് എന്ന് പറയുന്ന ലൊരുത്തി അവൾക്ക് ദൂരാനും പെടുക്കാനും മുട്ടിയെന്ന് പറഞ്ഞും കൊണ്ടാണ് ഇപ്പൊ കടന്ന് വാദിക്കുന്നത്. ഏതോ ഒരു പൊട്ടം വക്കീൽ പറഞ്ഞു കൊടുത്ത ഐഡിയ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ, സീരിയസ്ലി. കാരണം ആ വീഡിയോ കാണുന്ന സമയത്ത് അവൾക്ക് പെടുക്കാനും ദൂരാനും മുട്ടിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ ഇപ്പൊ വന്നിട്ട് അയ്യോ എനിക്ക് അർജന്റ് ആയിരുന്നു, ടോയ്ലറ്റിൽ പോകണം, അതുകൊണ്ടാണ്. ടോയ്ലറ്റിൽ പോകാൻ നിൽക്കുന്നവളെ തന്നെയാണ് ഇത്രയും കണം ഷൗട്ട് ചെയ്തിട്ട് അവിടെ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്ത് കാണിച്ചിട്ട് അവസാനം ചിറ്റിയെല്ലാം എടുത്ത് അടിച്ചു പൊട്ടിക്കണം. ഭയങ്കര പവറാണ്. പെടുക്കാൻ മുട്ടിക്കുന്ന ആൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. അതുപോലെ തന്നെ അപ്പിയുടെ മുട്ടിയിരുന്നാലും ഒരിക്കലും ചുറ്റിയിലൊക്കെ എടുത്ത് അടിക്കാൻ ആംബിയർ കിട്ടത്തില്ല. എങ്കിൽ ഷൂ എന്ന് പറഞ്ഞങ്ങ് പോവും. അത് അപ്പൊ ആരാണ് മുസ്തഫ അല്ലല്ല, മുംതാസ് ആണ് ഇപ്പോഴത്തെ താരം, മിന്നും താരം. ബസ്സിലെ ബസ്സിലെ ഗ്ലാസ് ചുറ്റിക എടുത്ത് അടിച്ച് പൊട്ടിച്ചവൾ ഇപ്പൊ വൈറൽ സ്റ്റാർ. ഇന്റർവ്യൂ കിട്ടി, 28,000 പെറ്റി അടച്ചാൽ എന്ത് ഇന്റർവ്യൂ ഒക്കെ കിട്ടിയിട്ട് വൈറൽ സ്റ്റാറായില്ലേ? കോഴിക്കോട് നഗരം കിടുക്കിയില്ലേ? ആരാ നീ? ഞാൻ ആരായിട്ടാ ഈ സെറ്റപ്പിലായിട്ടുണ്ട്. എന്ത് കഷ്ടോടെ. ഇവളൊക്കെ മടലോട്ട് അടിക്കണം. അവളെ മറ്റൊരു കുണച്ച ഹെഡ്സെറ്റും വെച്ച് JBLായിരിക്കും, അതായിരിക്കും ആ ഷോ കാണിച്ചത്. വച്ചും കൊണ്ട് കയറി നിന്ന് കഴിഞ്ഞാൽ അവൾ മറ്റേ രണ്ടായ എന്നാണ് അവളുടെ വിചാരം. പിന്നെ ആരുടെ ഇവള്? എന്തായാലും ഇവളെ പറ്റിയിട്ട് നിങ്ങൾ ഒരു വാക്കെങ്കിലും കമന്റ് ചെയ്യാതെ പോകില്ല, നഷ്ടമാണ്. ഞാനുള്ള കാര്യം പറയാം. എന്തായാലും കാണാം മുംതാസ് കുട്ടി അവിടെ എന്താണ് കാട്ടിക്കൂട്ടിയെന്ന്. കോഴിക്കോട് വെച്ചാണ് സംഭവം. നെടുമങ്ങാട് ഡിപ്പോയിലെ ബസ്സാണ് കേട്ടോ. ഇവിടെ നിന്ന് എനിക്കാണ് മറ്റേ കോഴിക്കോട് പോയതായിരിക്കും. മറ്റേ ഷിഫ്റ്റ് KSRTC ബസ്സാണ്. അതിന് ലിമിറ്റഡ് സ്റ്റോപ്പ് ഉണ്ട്. ഇവള് പറയുന്നിടത്ത് നിർത്തി തരാൻ ഇവളുടെ ഡാഡിക്ക് സ്ത്രീധനം കിട്ടിയതല്ല KSRTC. ഇവള് പറയുന്ന സ്റ്റോപ്പിൽ നിർത്തി തരാനായിട്ട്. അത്ര പറഞ്ഞില്ലേ പിന്നെ ഞാൻ എന്നാ ഹീറോത്തിന് ഇവിടെ കയറി ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ വീഡിയോ കാണാം. എന്താണ് ഇവൾ ബസ്സിന്റെ അകത്ത് കാട്ടിക്കുട്ടിയ കലാപരിപാടി. തിരിഞ്ഞും നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. അയ്യോ ഫോൺ എടുത്തു. എടുക്കാൻ മുട്ടിയെന്നാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അത്യാവശ്യ കാര്യം എന്താണ് മോളെ? നെവർ എവർ ഇല്ല. ആണല്ലേ? ഇല്ല. ചെയ്തോ, ഓടിപ്പോ ചെയ്. നിനക്ക് തോന്നുന്ന വിദ്യാഭ്യാസത്തിലാണ് നിന്റെ തന്തയുടെ വകയല്ല KSRTC കേട്ടോ മോളെ. അങ്ങനെയാണ് തന്തയുടെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാർ ബെൻസ BMW വാങ്ങിച്ചിട്ട് സ്വന്തമായിട്ടിട്ട് ഓട്. ക്യാമറ എടുക്കാൻ കാണിക്കുന്ന എടുക്കാൻ കണ്ട. അയ്യോ അവൾക്ക് അപ്പീടാ മുട്ടി. ടോയ്ലറ്റിൽ പോകാൻ മുട്ടിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ടോയ്ലറ്റിൽ പോകാൻ മുട്ടിയ ഒരാൾ ഇങ്ങനെ ഒന്ന് വീഡിയോ എടുക്കുമോ? അന്വേഷിച്ച് പറയല്ലേ കണ്ടക്ടറിൻ്റെ അടുത്തേക്ക്, ചേട്ടാ എനിക്കൊന്ന് അപ്പിടണം, ചുറ്റിച്ചു പോകണം, മുള്ളണം. അവളെ നിപ്പ് കണ്ടാ അറിയാം അവൾക്ക് ഒരു തേങ്ങയില്ലെന്ന്. അവളെ അഹങ്കാരം, JBLുള്ള എൻ്റെ അഹങ്കാരം. തന്തേനെ പറയാൻ പൊട്ടിച്ചു. മൂഞ്ചി അച്ഛൻ്റെ വകയാണ് KSRTC എന്ന് വിചാരിച്ചിരിക്കുകയാണ് അമ്മച്ചി.
ഇതൊക്കെ കാലവാരി എടുത്ത് വെളിയിൽ അറിയേണ്ട കേസുകളായിരുന്നു. കിട്ടിയില്ല അണ്ണാക്കിൽ 28,000 രൂപ പെറ്റി. ആരാണ് ഇവിടെയൊക്കെ അഹങ്കാരത്തിന് മട്ടൽ വെട്ടി അടിക്കണം. ഇതൊക്കെ തന്ത്രയൊക്കെ വളർത്തി വെച്ച ഗുണമാണ്. 10 ഗുണം 10 ഗുണം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല. അങ്ങനെ വളർത്തി വെച്ചതിൻ്റെ ഗുണമാണ് ഇങ്ങനെയുള്ള ഓരോന്നൊക്കെ കുറ്റി പറിച്ചുകൊണ്ട് വരുന്നത്. എടി നിനക്ക് KSRTC പറ്റി അറിയത്തില്ലെങ്കിൽ നീയൊക്കെ കയറാൻ നിൽക്കണ്ട. അതുപോലെ തന്നെ നിന്റെ നിനക്ക് എടുക്കാൻ മുട്ടിയെന്ന ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിർത്തി തരും. ഇവിടെ മാന്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിർത്തി തരും. ചേട്ടാ എനിക്കിങ്ങനെ ഒരു അത്യാവശ്യമാണ്, ഒന്ന് നിർത്തി തരാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ അവർ നിർത്തി തരും. അല്ലാണ്ട് ഇമാതിരി മറ്റേടുത്ത് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഡാഡി പിള്ള ചിലപ്പോൾ കേൾക്കുമായിരിക്കും. ബാക്കിയുള്ള നാട്ടുകാർ അതുപോലെ കേൾക്കണമെന്നില്ല. പിന്നെ ഈ ബസ്സിന് അങ്ങനെ സ്റ്റോപ്പില്ല നീ പറയുന്നിടത്ത് നിർത്താനായിട്ട്. അങ്ങനെയുള്ള ബസ്സിൽ വലിഞ്ഞു കയറിയിട്ട് അവസാനം കണവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും എനിക്ക് ചൊറഞ്ഞു തരും. ഞാൻ ഒന്നും പറയുന്നില്ല, പറഞ്ഞാൽ കൂടിപ്പോട്. എന്തായാലും മോളെ നിന്നെ സ്റ്റേഷനിൽ കൊണ്ട് പെറ്റി അടിച്ചു നേട്ടപ്പോൾ എനിക്ക് സമാധാനം. ന്യൂസ് കേൾക്കാം. ഇതോടെ ജീവനക്കാർ ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. KSRTC ബസ്സിന് കേടുപാടുകൾ വരുത്തിയതിനുള്ള നഷ്ടപരിഹാരമായി യുവതിയിൽ നിന്നും 25,000 രൂപ പിഴ ഈടാക്കിയ ശേഷം അധികൃതർ പ്രശ്നം ഒത്തുതീർപ്പാക്കി വിട്ടയക്കുകയായിരുന്നു. നെടുമങ്ങാട് KSRTC അതായത് 28,000 രൂപയാണ് ഇവക്ക് പെറ്റിയടിച്ചു കൊടുത്തത്. എനിക്കത് യോജിപ്പില്ല. ഇവളെയൊക്കെ പിടിച്ച് 2 ദിവസം ഇപ്പം അറ്റ്ലീസ്റ്റ് 14 ദിവസം റിമാൻഡിലെങ്കിലും കിട്ടണമായിരുന്നു. എന്ത് കോപ്പ് അവളെ മറ്റേടുത്ത അവളെ കുണച്ച ഇംഗ്ലീഷ് അവളെ ഹെഡ്സെറ്റും എല്ലാം കൂടി കാലാവാരി എടുത്ത് തോട്ടെറിയാനാണ് എനിക്ക് തോന്നിയത്. സീരിയസ്ലി അവളെ മറ്റേ ഈ ഓൾറെഡി KSRTCക്കാർക്കൊക്കെ നെഗറ്റീവ് ഉണ്ട് എന്ന് വെച്ചിട്ട് നമ്മൾ എല്ലാവരും ആ കണ്ണിലൂടെ കാണേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായ? ഇപ്പം ഇവള് അവിടെ കയറിയിട്ട് അവൾക്ക് പെടുക്കാൻ മുട്ടി നീ പെടുക്കാൻ മുട്ടി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങണമായിരുന്നു. അല്ലാണ്ട് ചൂച്ചു ഞാൻ എൻ്റെ അച്ഛൻ മറ്റേ കൺട്രാക്റ്റാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർ നിർത്തി തരത്തില്ല. എന്തായാലും കൊള്ളാം. എന്തായാലും KSRTCക്കാർക്ക് ഒരു ബിഗ് സല്യൂട്ട്. വേറെ ഒന്നുമല്ല, അവളിങ്ങനെ കിടന്ന് തുള്ളിയതിനു ശേഷം നിർത്തി കൊടുക്കാത്തതാണ്. അതിനുശേഷം സ്റ്റേഷനിൽ കൊണ്ട് അവർക്ക് 28,000 28,000 അടിച്ച് അണ്ണാക്കി കൊടുത്തില്ല. അതിൻ്റെ ഒരു സന്തോഷത്തിൽ എല്ലാവർക്കും ഇരിക്കട്ടൊരു ബിഗ് സല്യൂട്ട്. പിന്നെ ആ വീഡിയോ എടുത്ത് ചേട്ടൻ ഇരിക്കട്ടൊരു ബിഗ് സല്യൂട്ട്. എന്തായാലും ഇതിനുശേഷം മുന്താസ് കുട്ടി ഒരു എക്സ്പ്ലനേഷൻ മീഡിയക്ക് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അതൊന്ന് കാണാം. അയ്യോ കണ്ടപ്പോൾ തന്നെ എനിക്കിങ്ങനെ കാലേവാരി എടുത്ത് കുടഞ്ഞെടുത്ത് വെളിയറിയാൻ തോന്നി. കാണാം. ഈ മാസം 10 കോഴിക്കോട് നഗരത്തിൽ വെച്ചാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇപ്പോൾ നവമാധ്യമങ്ങളിൽ ദൃശ്യങ്ങൾ ഏറെ വൈറലാണ്. ആ യുവതി ആരാണെന്ന് എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. എന്നോടൊപ്പം ഉണ്ട് മുംതാസ് എന്നാണ് പേര്. ഇപ്പോൾ നിങ്ങളാണ് എല്ലാ വാർത്തകളിലും സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? നിൽക്കണം നിപ്പ് കണ്ട അള്ളിയിലുള്ള ആളുകളാ മനസ്സിലായില്ലല്ലേ? കുഞ്ഞു പാവ ആ സെറ്റപ്പിലാണ് നിൽക്കുന്നത്. അയ്യോ ഞാൻ പാവമാണ്, എന്നെപ്പോലെ ഒരു പാവ പഞ്ചായത്തിൽ വേറെ ഇല്ല. ഈ സെറ്റപ്പിലാണ് മുന്താസ് കുട്ടി നിൽക്കുന്നത്. 10 ഗുണം 10 ഗുണം കൂടുതലൊന്നും പണയാനില്ല. പണ ഇനി നിന്റെ പണയടി കേൾക്കാം. KSRTC ബസ്സിൻ്റെ ചില്ലടിച്ച് തകർത്തത് ഞാൻ ആദ്യം തന്നെ എന്തായാലും ഒരു കാര്യം പറയാം. അവരുടെ അടുത്ത് ഞാൻ ഈ ഒരു പ്രശ്നത്തിന് ഞാൻ ഓൾറെഡി മാപ്പ് പറഞ്ഞതാണ്. ഇതിനുള്ളൊരു ഫൈനും നമ്മൾ കെട്ടിവെച്ചതാണ് എന്ന് പറഞ്ഞിട്ട് അത് ജസ്റ്റിഫൈ ചെയ്യല്ല. ആ ഒരു സമയത്ത് നമുക്ക് ഉണ്ടായിട്ടുള്ളൊരു പാനിക് ഫ്രസ്ട്രേഷനിൽ പറ്റിപ്പോയൊരു അബദ്ധമാണ്. അപ്പം ഞാൻ ഒരിക്കലും ഇതിനെ ഓവറായിട്ട് ജസ്റ്റിഫൈ ചെയ്ത് എല്ലാവരും ഇങ്ങനെ ചെയ്യണമെന്നോ അതൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു എമർജൻസി സിറ്റുവേഷനിൽ പറ്റിപ്പോയിട്ടുള്ളൊരു അബദ്ധമാണ്. അപ്പോൾ അതിനുള്ള ഫൈനും ഞാൻ ഓൾറെഡി പേ ചെയ്ത് കഴിഞ്ഞു. ഈ പ്രശ്നവും സോൾവ് ആയി. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് മുള്ളാമുട്ടി എന്ന അപ്പീടാമുട്ടി എന്ന് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. സ്റ്റേഷനിൽ പോയിട്ട് ആദ്യം ഫൈൻ അടയ്ക്കാൻ നിന്നാൽ മുള്ളാൻ പോയാ അറിയാത്തോണ്ട് ചോദിക്കുക. അതിരിക്കട്ടെ, ചോദിച്ചെന്നേ ഉള്ളൂ. എന്തായാലും മോളെ ഇപ്പം എന്താ ഇവിടെ നിന്ന് വന്ന് ഇത്രയും ശാന്തത? അയ്യോ ചുച്ചിട് വാവയ്ക്ക് ഇത്രയും ശാന്തത ഉണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞില്ല, ഞാൻ കണ്ടപ്പോൾ തന്നെ ക്രഷ് അടിച്ചു പോയി. ഇത്രയും ശാന്തമായ ഒരു കുട്ടിയായിരുന്നു മുന്താസ് കുട്ടി. 2 ദിവസം പറഞ്ഞിട്ടോ ഏറിക്കട 2 ദിവസം ഏറി കിടക്കണം. അതിനുള്ളൊരു അർഹത എനിക്ക് ഉണ്ട്. കാരണം നീ അമ്മാതിരി ഇതാണ് കാണിച്ചു വെച്ചത്. എന്നിട്ട് പറയാം ഞാൻ ഓൾറെഡി ഫൈൻ കെട്ടി, ഓൾറെഡി ഞാൻ ക്ഷമ പറഞ്ഞു, വീണ്ടും പിന്നെ ആരൊക്കെയോ വീഡിയോ ഒക്കെ എടുത്ത് ഇത് പുറത്ത് വിടണം. ഇത് വിട്ടില്ലെങ്കിൽ വിടാത്തവനെ അടിക്കണം മടൽ വെട്ടി. എന്തായാലും 2 ദിവസം കഴിഞ്ഞാലും വിട്ടല്ല. ഏറിപ്പോ നിന്നെയൊക്കെ പോലുള്ള പറക്കണം. കാരണം നാളെ ഇതുപോലെ ഓരോന്നും പോക്കൃത്തനങ്ങൾ കാണിക്കാൻ പോകുന്നതെല്ലാം ഓൾറെഡി ഇതുപോലെ പറക്കണം. ഷിംജിത ഒരു കടയാടി മോള്, അവളെ ഒന്ന് പുറത്തിറങ്ങി നടക്കുന്നു സുഖമായിട്ട്. ദീപക് എന്ന് പറയുന്ന ഒരുത്തൻ്റെ ജീവിതവും ജീവനും തീർത്തിട്ടാണ് നിൽക്കുന്നത് അവള്. നിങ്ങൾ അതും കൂടി ഒന്ന് നോട്ട് ചെയ്യണം. ഇതുപോലുള്ള ഓരോന്നാണ് കുറ്റിയും പറിച്ചുകൊണ്ട് ഇമാതിരി പരിപാടിക്ക് ഇറങ്ങുന്നത്. എന്തായാലും കൊള്ളാം, സന്തോഷം. ഇത് കഴിഞ്ഞിട്ട് 5ാമത്തെ ദിവസമാണ് വീഡിയോ വരുന്നുണ്ടായിരുന്നത്. അപ്പം ഞാനിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് സൈബർ ബുള്ളിങ് ആണ്. പഞ്ചായത്തിലൊരു കാര്യം അപേക്ഷയോട് ഞാനിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സൈബർ ബുള്ളിങ് ആണ്. ഇത് മാറ്റിയിട്ട് വേറെ 2 ബുള്ളിങ് എനിക്ക് ആക്കി തരണം എന്ന് പറഞ്ഞ അപേക്ഷയോട്. നിനക്കിത് കിട്ടിയില്ലെങ്കിലും അതിശയമുള്ളൂ. നീ
ഇപ്പോൾ 28,000 അല്ല 28 ലക്ഷം നീ പിഴയുടെ അടച്ചു വെച്ചാലും നീ ഇത് കേട്ടിട്ട് പോയാൽ മതി കേട്ടോ. ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിയാൽ നീ 10 കേൾക്കാതെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്തോന്നു പരിപാടി, സൈബർ ബുള്ളിങ് ഇത്. ഇതിന് ഈ ഒരു കേസിനെ ഇവർ പലതുമായിട്ടും കോറിലേറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിട്ട വസ്ത്രവും അല്ലെങ്കിൽ എൻ്റെ ഒരു ഇതുമെല്ലാം വെച്ചിട്ട് അവർ ജഡ്ജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരുടെ വീട്ടിലും ഉള്ളതാണ് ഇപ്പം സ്ത്രീകളെന്ന് പറയുന്നത്. അപ്പം അവർക്ക് ഏത് സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിലും പ്രശ്നങ്ങൾ വരാം. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, നിന്റെ വസ്ത്രം പറഞ്ഞിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും എനിക്ക് യോജിപ്പില്ല. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ ചിന്തിച്ചോല്ലോ, ഇത് കേട്ടപ്പോഴാണ് അതൊക്കെ ചിന്തിച്ചത്. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുള്ളത് നിന്റെ ഹെഡ്സെറ്റ്, അതിൻ്റെ അഹങ്കാരം, നിന്റെ വാക്യത്ത് നിന്ന് ഇംഗ്ലീഷ്. പിന്നെ ഏതൊരു വീട്ടിലും സ്ത്രീകൾ, എല്ലാ വീട്ടിലും സ്ത്രീകൾ ഇതിൽ കയറി പിടിക്കല്ലേ. നമ്മുടെ വീട്ടിലെ സ്ത്രീകൾക്ക് ഇതൊന്നും അല്ല പരിപാടി, മനസ്സിലായേ? അവരിതുപോലെയൊന്നും പോയിട്ട് കോപ്രായങ്ങൾ ബാക്കുത്തുകളല്ല കാട്ടിക്കൂട്ടുന്നത്, അഹങ്കാരമൊന്നുമല്ല നമ്മുടെ വീട്ടിലെ സ്ത്രീകളൊന്നും കാട്ടിക്കൂട്ടുന്നത്. അതുകൊണ്ട് നീ അത് വിട്ട് ആ പ്ലാറ്റിൽ കയറി പിടിക്കല്ലേ. അയ്യോ, സ്ത്രീകളെ മൊത്തത്തിൽ കയറി അങ്ങ് പിടിക്കുകയാണ്. സ്ത്രീകൾ എല്ലാവരും വരി ആവു ജൽദി ആവോ രംഗ് വരെങ്കിൽ കാകസിലാവോ, അത് പിടിക്കാനുള്ള പരിപാടിയാണ്. സമ്മതിക്കില്ല ഞാൻ. എന്താണ് ബസ്സിലെന്ന് സംഭവിച്ചത്? ഇത്രയും പ്രകോപനം ഉണ്ടാകാൻ എന്താ കാരണം? ബസ്സിൽ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തു ഒന്ന് നിർത്തി തരാൻ വേണ്ടി. എവിടെ വെച്ചാ ബസ് കയറിയത്? ഞാൻ കോട്ടയ്ക്കൽ വെച്ചിട്ടാണ് ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കോഴിക്കോടേക്കാണ് ടിക്കറ്റ് എടുത്തത്. ഞാൻ കോഴിക്കോട് ഇറങ്ങാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്കൊരു എമർജൻസി സിറ്റുവേഷൻ വന്ന സമയത്ത് ഞാൻ അവരുടെ അടുത്ത് ഇവിടെ ഒന്ന് നിർത്തി തരുമെന്ന് ചോദിച്ചു. ലുലുവിൻ്റെ സൈഡിൽ നിർത്തി തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ലുലുവിൽ അവിടെ നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നാൽ മിംസിൻ്റെ അവിടെ നിർത്തി തരും, അതൊരു സ്റ്റോപ്പാണല്ലോ, അങ്ങനെ നിർത്തി തരാൻ പറ്റുമോ? അപ്പോഴും പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പറ്റില്ലെന്ന് കുറേ പ്രാവശ്യം പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു ഇത് എമർജൻസി എക്സിറ്റ് യൂസ് ചെയ്യുക, അല്ലാണ്ട് വേറെ നിവർത്തിയില്ല എന്നുള്ള രീതിയിൽ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അവർ ഓക്കെ എന്താണെന്ന് വെച്ചാൽ ആയിക്കോളൂ എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പം ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ പെട്ടെന്ന് ഞാൻ ഒറ്റയ്ക്ക് സഞ്ചരിക്കുകയായിരുന്നു. അച്ചോടി മോളെ, നീ ഇങ്ങനെ എന്നാ അല്ലല്ലോ അവിടെ നിന്നപ്പോൾ പറഞ്ഞത്. കേട്ടോണ്ടിരുന്ന നമ്മൾ കിഴങ്ങന്മാരല്ല, എല്ലാം കേട്ട് വീഡിയോയിൽ. അയ്യോ, ഞാൻ എമർജൻസി എക്സിറ്റ് യൂസ് ചെയ്യാൻ പോകുന്നു കേട്ടോ. ഓ മോള് യൂസ് ചെയ്തു എന്നൊന്നുമല്ല അവിടെ നടന്നു. എടി മടൽ വെട്ടി അടിക്കണം നിന്നെയൊക്കെ. അയ്യോ, അവളെ പറച്ചിലേക്ക് ആദ്യം അവൾക്ക് ലുലുവിൻ്റെ ഫ്രണ്ട് ഇറങ്ങണം. ഇവർക്ക് ലുലുവിൽ കയറി പർച്ചേസ് ചെയ്യണം, അതിനുള്ള പരിപാടിയാണ്. എന്നിട്ട് ലുലുവിൻ്റെ അടുത്ത് കിംസിൽ ഒന്ന് അവിടെയെങ്കിലും നിർത്തി യാത്രയെങ്കിലും നടന്നു പോവാം എന്നുള്ള രീതിയിൽ അവിടെയും നിർത്തിയില്ല. അത് തന്നെ മൂഞ്ചി. എടാ, ഈ ഷിഫ്റ്റ് ബസ്സിന് നീ പറയുന്ന പോലെ പഞ്ചായത്ത് തോറും നിനക്ക് നിർത്തി തരാനായിട്ട് ഇവരുടെ ഡാഡി കം KSRTC അല്ല. അങ്ങനെയാണെങ്കിൽ സാധാ മറ്റെവിടെ ഷോപ്പിലാണ് നിർത്തി തന്നെ KSRTCയിൽ കയറണം. അല്ലാണ്ട് ഇത് നിനക്ക് തോന്നിയെടുത്ത് നിർത്തി തരത്തില്ല. അവർക്ക് അവരുടെ ഷോപ്പുകളുണ്ട്, മനസ്സിലായോ? തോന്നിയെടുത്ത് നിർത്തി തന്നാൽ അവർക്ക് മറ്റേ പഞ്ചായത്ത് ഈ ജില്ലകൾ മൊത്തം ഓടി തീർക്കാനൊന്നും പറ്റത്തില്ല. അവർക്ക് തോന്നുന്ന പോലെ നിർത്തണമെങ്കിൽ നീ തോന്നുന്ന പോലെ ഏതെങ്കിലും ബസ്സിൽ കയറി പോകണം, മറ്റേ പ്രൈവറ്റിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പെട്ടിയാട്ടെല്ലാം പിടിച്ച് കയറി പോകണം. അതിൻ്റെ ബാക്കിൽ നിന്ന് പോകണം, എന്നിട്ട് കാറ്റൊക്കെ കൊണ്ട് ടാറ്റയൊക്കെ പറഞ്ഞ് പോകണം. അവർക്ക് തോന്നുന്ന പോലെ നിർത്തി തരണമെന്ന്. എന്നിട്ട് കാണിച്ചതാ കടയുടെ മോള് കാണിച്ചത് മൊത്തം പോക്കരുത്തന്നെ. എന്നിട്ട് വന്നിരുന്ന് ഗുണഗുണ മെഴുകൽ നോക്ക്. അയ്യോ, ഇപ്പം എന്ത് പാവം മുന്താ സുട്ടി. അയ്യോട്ടോ, വേറെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ വേറൊരു സപ്പോർട്ട് ഇല്ലാത്തൊരു രീതിയിലാണ്. അപ്പം നമ്മുടെ മൈൻഡ് പെട്ടെന്ന് ട്രിഗറായിട്ട് എന്താണെന്നുള്ളൊരു ഇതിൽ സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അങ്ങനെയാണ്. എമർജൻസി സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടായതാണ്. അതായത് ഞാൻ ടോയ്ലറ്റ് പോകാനുള്ള എമർജൻസി. അപ്പോൾ ഇതിന് ഒരുപാട് ബാഡായിട്ടുള്ള കമൻസ് വന്നിട്ടുണ്ട്. വളരെ ബാഡായിട്ടുള്ള കമൻസാണ്. അച്ചോടാ, ടോയ്ലറ്റ് പോകാൻ മുട്ടിയപ്പോൾ എനിക്ക് ലുലുവിൻ്റെ ഫ്രണ്ടിലാണ് ഇറങ്ങാൻ തോന്നി, ആദ്യത്തെ ഷോപ്പ്. അവിടെ പറയാത്തതുകൊണ്ട് അടുത്ത് എനിക്ക് കിംസിൻ്റെ മുന്നിലെത്തിയപ്പോഴാണ്. അതായത് ടോയ്ലറ്റ് പോകാൻ മുട്ടുന്ന ഒരാൾക്ക് ഒരിക്കലും ഇങ്ങനെ അവിടെ നിന്ന് പെരുമാറാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ആ ഒരു ഇതിൽ നമ്മൾ അയ്യോ ശിവരാട്ടമോ പൊത്തി പിടിച്ചോണ്ടിരിക്കും. ആ ഒരു സെറ്റപ്പായിരിക്കും. അവിടെ കിടന്ന് ഫോൺ എടുത്തിട്ട് ക്യാമറ എടുക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചുറ്റിലെടുത്തിട്ട് അടിക്കാനോ ഒന്നുള്ള ഒരു ഇതൊന്നും കിട്ടത്തില്ല. ഇത് ഏതോ പൊട്ടം വക്കീൽ പഠിപ്പിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നീ മോളെ നീ ഇങ്ങനെ പറഞ്ഞോട്ടെ ടോയ്ലറ്റ് പോകാൻ മുട്ടിയതുകൊണ്ടാണ്. അയ്യോ, ടോയ്ലറ്റ് എന്ന് പറയുമ്പോൾ കുറേ പേര് ഇപ്പോൾ സഹതം അയ്യോ നമ്മളെ പ്രാഥമിക കർമ്മമല്ലേ, അതിന് വേണ്ടിയിട്ടല്ലേ ആ കുട്ടി വ്യാകുലപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് സപ്പോർട്ട് കിട്ടുമെന്ന് വിചാരിച്ചാണ് യാവനോ പറഞ്ഞു കൊടുത്തത് കേട്ടും കൊണ്ടാണ് മോൾ ഇവിടെ ചാടി കയറിയിട്ടുള്ളത്. എൻ്റെ ബലമായ സംശയം ഈ പറയുന്ന പോലെ ലുലുവിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും മോള് കിടന്ന് വെപ്രാളപ്പെട്ടത്. പെട്ടിയാട്ടെല്ലാം പിടിച്ച് പോകണം കേട്ടോ, അല്ലെങ്കിൽ വാപ്പേരുടെ അടുത്ത് പറഞ്ഞിട്ട് പുതിയ കാറെല്ലാം മേടിച്ചിട്ട് സ്വന്തമായിട്ട് ഓടിച്ച് പോകണം. അല്ലാണ്ട് ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഇവർ ഇഷ്ടത്തിനനുസരിച്ച് നിർത്താൻ നോട്ട്സ് യുവർ ഡാഡി പ്രോപ്പർട്ടി KSRTC. ഓക്കെ, ഐ നോ ഇംഗ്ലീഷ്, നിനക്ക് മാത്രമല്ല കോപ്പ്. പക്ഷേ പ്രശ്നമല്ല, കാരണം ഇപ്പം എന്തായാലും എല്ലാ ആൾക്കാർക്കും എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതിയായിരിക്കും. ഓരോരുത്തരെ നമ്മൾ സിറ്റുവേഷൻ പോലും മനസ്സിലാക്കാണ്ട് പലതും പറയാൻ അവർക്ക് കിട്ടിയാൽ മതിയായിരിക്കും. അപ്പം ഞാൻ ആ ഒരു സിറ്റുവേഷൻ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. എനിക്ക് എമർജൻസി ആയിട്ടൊന്ന് ഇറങ്ങണമെന്നാണ് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നീട് ബസ്സിൽ തന്നെയുള്ള ഹാമർ എടുത്തിട്ട് ചില്ലടിച്ച് തകർക്കാം എന്ന് തോന്നാൻ എന്താ കാരണം?
അത് അങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ വിചാരിച്ച് വന്നിട്ടുള്ളൊരു കാര്യമല്ല. ആ ഒരു മൊമെൻറ്റിൽ സംഭവിച്ചു പോയിട്ടുള്ളതാണ്. ഒരിക്കലും ഓക്കെ എന്നത് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്നുണ്ടായതല്ല. എമർജൻസി ഡോറ് തുറന്നിട്ട് പുറത്തേക്ക് പോകാന്നാണോ ഉദ്ദേശിച്ചത്? അങ്ങനെയാണ് ഞാൻ ആ ഒരു മൊമെൻറ്റിൽ പെട്ടെന്ന് അമേസിങ് സ്പൈഡർമാൻ ആണെന്ന് വിചാരിച്ചാണ്. അല്ലെങ്കിൽ ഗ്രേസ്കൽ കോട്ടയുടെ ശക്തി എന്നുള്ളിലുണ്ട് കയറി വന്നതായിരിക്കും പെട്ടെന്ന്. അയ്യോ, പെട്ടെന്ന് എമർജൻസി അതുവഴി ഞാൻ പിന്നെ ചാടി അങ്ങ് റോഡ് വഴി നടന്നങ്ങ് പൊക്കോളാം. തള്ളാതടി ഇരുന്നു, തള്ളാതെ. നീയൊക്കെ പറ്റിയ തെറ്റെന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് മര്യാദയ്ക്ക് ആ വഴി പോയാലും ഞാൻ ക്ഷമിച്ചാണ്. ഇത് വന്നിട്ട് തള്ളൂലേ, മെഴുകൽ കേൾക്കുമ്പോഴാണ് ചൊറിയുന്നത് കോപ്പ്. നമ്മൾക്ക് ചെയ്യാന്നുള്ളൊരു പെട്ടെന്ന് ഐഡിയ കിട്ടാത്തതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ അങ്ങനെ ചെയ്തു പോയിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും ബസ് അവിടെ നിർത്തിയില്ല? ഇല്ല, നേരെ ടെർമിനലിലേക്കാണ് പോയതല്ലേ? KSRTC സ്റ്റാൻഡിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടെ വെച്ചിട്ട് പോലീസ് വന്നു. പോലീസിൻ്റെ അടുത്ത് ഞാൻ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പം പിന്നെ അവർ നടക്കാവ് സ്റ്റേഷനിലോട്ടേക്ക് പോയി. വീണ്ടും അത് മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലോട്ടേക്ക് പോയി. അവിടെ നിന്നാണ് നമ്മളിത് ഫൈനെല്ലാം അടച്ചിട്ടുണ്ടായിരുന്നത്. എത്ര രൂപ അടച്ചു? 28,000 രൂപ. 28,000 രൂപ അടച്ചിട്ടുണ്ട്. ഓ, പൊളിക്ക തന്നെ. ഒന്നാമതേ ഗവൺമെന്റിന് വലിയ കടത്തിലാണ്. അപ്പോഴാണ് മോള് ഒരു 28,000 ഫൈൻ അടച്ച് അങ്ങോട്ട് കൊടുത്തത്. സന്തോഷമായില്ലേ? പിന്നെ എൻജോയ് ഇങ്ങനെ ഇനി പറന്നിറങ്ങി 28,000 രൂപ ഗവൺമെന്റിനൊക്കെ കൊടുത്തിട്ടിരിക്കുകയാണ്. ചിലവ് ചെയ്യണം കേട്ടെ. ഇമ്മ ഇങ്ങനെ ഇരിക്കില്ല, ഒന്നുമില്ല, നമ്മളൊക്കെ വലിച്ചു ഒട്ടിക്കുകയാണ്. അതിൻ്റെ ഒരു നന്ദിയെങ്കിലും കാണിക്കണം. 28,000 നിനക്ക് കുറഞ്ഞു പോയടി. എന്നെ പിടിച്ച് 14 ദിവസം റിമാൻഡിൽ ഇടേണ്ടതാണ്, എങ്കിലും നീയൊക്കെ പഠിക്കത്തുള്ളൂ. പൈസയും ഗ്ലാസ് തകർത്തതിൻ്റെയും ഇപ്പോൾ ഈ ബസ് കട്ടപ്പനയിൽ നിന്ന് മാനന്തവാടിയിലേക്ക് പോകുന്നതാണ്. തുടർ ട്രിപ്പും മുടങ്ങി. അതെ. അപ്പം അതിൻ്റെ രണ്ടിൻ്റെയും ഫെയർ ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ പേ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് എൻ്റെ അടുത്തു നിന്നുള്ള അപ്പോളജി ലെറ്ററും അവർ വാങ്ങിയിട്ടുണ്ട്. ഞാനും അപ്പോളജി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ വെച്ചാണോ ഈ പ്രശ്നം പരിഹരിച്ചത്? അതെ. അപ്പം എൻ്റെ സൈഡിൽ നിന്നുള്ള കംപ്ലീറ്റ്ലി അപ്പോളജി ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതുമാണ്. അതായത് ഞാൻ മാപ്പ് പറഞ്ഞ് അവരുടെ അടുത്ത് ആ ലെറ്റർ ഞാൻ ഒഫീഷ്യലി ആയിട്ടും അൺഒഫീഷ്യലി ആയിട്ടും എഴുതി കൊടുത്തതാണ്. അപ്പം എഴുതി കൊടുത്തതിൻ്റെ ശേഷം എൻ്റെ കയ്യിൽ നിന്നുള്ള എല്ലാ എവിഡൻസും അവർ തന്നെ നമ്മളെടുത്തു നിന്ന് അത് ഒഴിവാക്കിയതുമാണ്. അപ്പോൾ അതിൻ്റെ ശേഷം ഇതുപോലൊരു സൈബർ ബുള്ളിങ് അറ്റാക്കിൻ്റെ ആവശ്യം വരുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഇല്ല, നമ്മളൊന്ന് ആലോചിക്കട്ടെ, വരുന്നോ വേണ്ടേ നമ്മളൊന്ന് ആലോചിച്ചിട്ട് നമ്മൾ പിന്നെ വിളിച്ച് പറയാം കേട്ടാ. മുന്താസ് കിടിലാടി തന്നെ. എവിടെ പോയി ആ ചോരത്തിളപ്പൊക്കെ? ബസ്സിൻ്റെ അകത്ത് ചിന്തൊക്കെയാ കാട്ടിക്കൂട്ടിയത്. ആ തിളപ്പൊന്നും കാണാനില്ല. അപ്പിക്ക് തെറ്റി കടക്കാടി. നല്ലാണ്ടൊന്നും പറയാനില്ല എനിക്ക്. നിന്നെയൊക്കെ മടൽ വെട്ടി അടിക്കാൻ നിന്റെയൊക്കെ തന്നേന്നുള്ള നേരെ വളർത്താത്തതിന്റെ ഗുണമാണ് ഈ കിടന്ന് തിളയ്ക്കുന്നത് കോപ്പ്. ഒരു അപകടത്തിൽ പെടുന്ന സമയത്ത് അവരുടെ അടുത്ത് ഇങ്ങനെയാണോ എല്ലാവരും ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതും എനിക്കറിയില്ല. ഈ പ്രശ്നം സ്റ്റേഷനിൽ വെച്ച് തന്നെ പരിഹരിക്കുന്ന സമയത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു? എൻ്റെ ബ്രദേഴ്സ്. നിന്റെ ബ്രദേഴ്സ് വരുമല്ലോ, വീട്ടുകാരൊക്കെ എന്തായാലും എത്തും. എൻ്റെ പൊന്നുപോലെ ഒരു അപകടം വരുമ്പോൾ നമ്മളെല്ലാവരും കൂടി നിന്റെ ഭാഗത്ത് തെറ്റാലും നിന്നെ എടുത്ത് വെച്ച് കൊഞ്ചണോ? താരാട്ടിലാനകൾ എഴുന്നള്ളുന്നു. ഒന്ന് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. എന്തായാലും ക്ഷീണം മാറി കാണുമല്ലോ. 28,000 കൊടുത്തല്ലേ, കുറച്ച് ക്ഷീണം കാണും. നല്ലതാ. എന്തായാലും ഇതൊക്കെ ഓരോരുത്തർക്കും പാടാട്ട്. ബസ്സിൽ മാസ് കാണിക്കാൻ പോയതായിരിക്കും. അതുപോലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്രകൾ കൊടുക്കുന്ന കണ്ടപ്പോൾ ഇക്വാലിറ്റി അവിടെ മുങ്ങിപ്പോയെന്നൊരു ചോദ്യം ബാക്കിയാവുന്നു. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാം. ഈ സ്ത്രീകൾക്ക് ബസ്സിൽ സൗജന്യ യാത്ര എന്ന് പറയുന്നതിനേക്കാളും നല്ലത് 60 വയസ്സ് മേളിലുള്ള ആൺപെൺ വ്യത്യാസമില്ലാതെ അവർക്ക് സൗജന്യ യാത്രയാകാം. പിന്നെ അംഗവൈകല്യങ്ങളുള്ള ആൾക്കാർക്ക് സൗജന്യ യാത്രയാകാം. അല്ലാതെ ഈ സ്ത്രീകൾക്ക് മാത്രം ഇങ്ങനെ ഒരു പ്രിവിലേജ് എടുത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഇവളുമാർക്ക് പ്രിവിലേജ് കൊടുത്താണ് എല്ലാവരും ഇല്ല കുറേ എണ്ണം തലയിൽ കയറുന്നത് ഞരങ്ങാൻ തുടങ്ങിയത്. മനസ്സിലായ? ഇപ്പൊ തന്നെ VD സതീശൻ സത്യപ്രതിജ്ഞ കഴിഞ്ഞില്ല, അതിന് മുന്നേ സമരം. സ്ത്രീകൾക്ക് ഫ്രീ ആയില്ല. അങ്ങനെ സത്യപ്രതിജ്ഞ കഴിയട്ടെ. അതുപോലും മനസ്സിലാക്കാനുള്ള ബോധമില്ലാത്ത കുറെ മോളുകൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ബസ്സിൻ്റെ അകത്ത് സമരമൊന്നും പറഞ്ഞുകൊണ്ട്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ ചാണകങ്ങളുടെ തലയ്ക്കകത്തുള്ള തീട്ടം. അല്ലാണ്ട് എന്ത് പറയാം? കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾ പറ, ഞാൻ ഒന്നും പറയാനില്ല. ഇത്രയും പറഞ്ഞത് പോരെ, ഇനി ഞാൻ എന്ത് പറയാൻ?